പുലരാൻ തുടങ്ങും ഒരു രാത്രിയാൽ തനിയെ കിടന്നു മിഴിവാക്കൾ ഒരു നേർത്ത തെന്നലലിയോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു നെറുകിൽ തലോടി മാഞ്ഞു மலை காற்று வந்து தமிழ் பேசுதே மழைச்சாரல் வந்து இசை பாடுதே மலரோடு வந்து உரையாடுதே என்னோடு நீயும் பேசடி தென்றல் என்னை தீண்டினான் சேலை தீண்டும் ஞாபகம் சின்ன பூக்கள் பார்க்கையில் தேகம் பார்த்த ஞாபகம் வெள்ளி ஓடை பேசினால் சொன்ன வார்த்தை ஞாபகம் தேகம் ரெண்டும் சேர்கையில் மோகம் கொண்ட വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സെപ്റ്റംബർ 15 നമ്മുടെ ഡാഡിയുടെയും മമ്മിയുടെയും 40ാമത്തെ വിവാഹ വാർഷികമാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്തൊക്കെ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ തന്നെ രണ്ട് വഴിക്ക് പോകുന്ന കാലത്ത് പണ്ടുള്ള നമ്മുടെ പേരൻസ് 10, 30, 40, 50 വർഷം ഒന്നിച്ച് അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുവരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പണ്ടൊക്കെ വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിപ്പിച്ചു വിടുമല്ലോ. എൻ്റെ അമ്മച്ചിയൊക്കെ എന്താ പറയുക 16 വയസ്സിലോ 15 വയസ്സിലോ അങ്ങനെ കല്യാണം കഴിച്ച് അച്ചായുടെ കൂടെ വന്നാന്ന് പറയും കേട്ടോ. മമ്മിയുടെ സ്വീറ്റ് 18 കല്യാണം കഴിച്ച് ഡാഡിയുടെ കൂടെ കൂടിയതാണ്. മമ്മി പറയും ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ കല്യാണം കഴിച്ച് ഡാഡിയുടെ കൂടെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് വന്നതാണ്. അങ്ങനെ സഞ്ചരിച്ച് ഇന്നത് 40 കൊല്ലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം അവരുടെ ആ ഒരു സന്തോഷത്തിൽ എനിക്ക് പങ്കുചേരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾ കല്യാണം ആലോചിക്കണ ടൈം ഞാൻ ഡോൺ ചേട്ടനും സംസാരിച്ചപ്പം ഡോൺ ചേട്ടനും പറഞ്ഞു എനിക്ക് ഡാഡിയുടെയും മമ്മിയുടെയും കൂട്ടൊരു ലൈഫാണ് എനിക്കിഷ്ടം. കാരണം അവരങ്ങനെയാണ്, ഒരുപാട് ആലോചിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യലി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവർ തമ്മിലൊരു ബോണ്ടുണ്ട്. എന്തെങ്കിലും സംസാരിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് തീരുമാനിച്ച് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഫിനാൻഷ്യലിൻ്റെ കാര്യത്തിൽ ഫിനാൻഷ്യലി ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. അപ്പം മമ്മി ഇപ്പോൾ കുറിയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കുറി ഇത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നല്ല എനിക്ക് കൂടുതലും കുറിയുടെ കാര്യങ്ങൾ നമ്മുടെ എഡിസൻ്റെ ഫാമിലിയിലാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അതിനെ ബ്യൂട്ടിഫുള്ളാക്കി മാറ്റിയത് നമ്മൾ അടുത്ത് നിന്നറിയുമ്പോഴല്ലേ. അവർ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ കുറി എങ്ങനെയൊക്കെ ചെയ്യാം, അതെങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ ഡാഡിയുടെയും മമ്മിയുടെ അടുത്തു നിന്നാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞ പോലെ എന്തൊരു സാഹചര്യം വന്നാലും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കുക, അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എന്ത് തല്ലുകൂട്ടായാലും അവർ കുറച്ച് കഴിയുമ്പോൾ അവർ ഇതൊന്നും സംഭവിച്ചില്ല. ഞാൻ എപ്പോഴും പറയും ഡാഡിയും മമ്മിയും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പോയി തലയിടരുത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അവരൊന്നാവും. അങ്ങനെ വേണം അല്ലേ. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇല്ലാത്തതും അതാണ്. അവർ ഭയങ്കര ഒരു ബോണ്ടിങ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം ടോമും ജെറിയാണെങ്കിലും ഞാൻ വന്ന സമയത്തൊക്കെ ഭയങ്കര ചക്കരയടയായിരുന്നു. പക്ഷെ ഇന്നായാലും മമ്മിക്ക് എന്ത് ചെയ്യണമെങ്കിലും ഡാഡി വേണം, ഡാഡിക്ക് എന്തെങ്കിലും കാര്യം ഡിസൈഡ് ചെയ്യണമെങ്കിൽ മമ്മി വേണം. അങ്ങനെയാണ്. അവർക്ക് 2 മക്കളുണ്ട്. അവരെ ഏറ്റവും ഭംഗിയിൽ അവർക്ക് വളർത്താൻ പറ്റി. സന്തോഷത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സമയാസമയങ്ങളിൽ സ്റ്റിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പനമ്മ എന്ന നിലയിൽ ഇപ്പോഴും മക്കളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കാനും അവരുടെ ആഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ ഒരു നിലയ്ക്കെത്താനും അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്താണ് ലൈഫിലേക്ക് വേണ്ടത്, അവർക്ക് ഇന്ന പോയിന്റിൽ അത് കിട്ടണം എന്ന് നോക്കി ചെയ്ത് അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതിലൊരു പാർട്ടാവാൻ പറ്റിയതിലും എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് സന്തോഷമായിട്ട് ഡോൺ ചേട്ടൻ എന്നെ
ഒരു ഫാമിലി ലൈഫ് കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ പാരൻസിന് ഉറപ്പായിട്ടും അതിനൊരു മേജർ പങ്കുണ്ടല്ലേ. മക്കളെ നല്ലപോലെ വളർത്തിയില്ല എങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്നവരായിരിക്കും കൂടുതലും അതിനെ അഫക്റ്റ് ചെയ്യാല്ലേ. നല്ല പ്രായത്തിൽ മക്കൾക്ക് ഇതാണ് ജീവിതം, ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കണ പോലെ ജീവിക്കണം, അതും നല്ലൊരു ലൈഫായിരിക്കണം. അപ്പനും അമ്മയും നല്ലൊരു ലൈഫ് കണ്ടക്ട് ചെയ്താലേ മക്കൾക്ക് അത് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആ അപ്പനും അമ്മയും സീരിയസ്ലി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ലൈഫ് കൊണ്ടുപോയിട്ട് മക്കളത് ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിലേറെ സ്ട്രിക്റ്റ് ആയിരിക്കും അവരുടെ ലൈഫ്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർ എല്ലാ കാര്യങ്ങളിലും ഫ്രീ. ഇപ്പം ട്രിപ്പ് പോകണതിന് ട്രിപ്പ് പോകും, പൈസ ചിലവാക്കുന്നിടത്ത് പൈസ ചിലവാക്കും. പക്ഷെ ആ ചിലവാക്കുന്നതിലും ട്രിപ്പിലും ഒക്കെ അവർക്കൊരു പിടുത്തം ഉണ്ടായിരുന്നു ആ ഡാഡിക്കും മമ്മിക്കും കേട്ടോ. അതിപ്പോഴായാലും അവരങ്ങനെ തന്നെയാണ്. ഇപ്പം ഒരു മമ്മി പറഞ്ഞ പോലെ 10 രൂപ കിട്ടിയാൽ മമ്മി അതിൽ നിന്ന് 2 രൂപ മാറ്റി വെക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഇങ്ങനെ ഉറുമ്പ് ശേഖരിക്കണ പോലെ എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു ക്യാരക്ടറാട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത് മമ്മിക്ക്. കാരണം എത്ര ഇപ്പോൾ 10 രൂപയാണെങ്കിൽ പോലും അതിൽ നിന്ന് 2 രൂപ മാറ്റി വെച്ച് ഒളിപ്പിച്ച് വെക്കുക. എൻ്റെ അമ്മയുടെ സെയിം ക്യാരക്ടറാണ് മമ്മിക്ക്. പൈസയുടെ കാര്യത്തിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലാം ഒതുക്കി വെച്ച് ആരെയും മുഷിപ്പിക്കാണ്ട്. ഡാഡി പൊതുവെ കുറച്ച് സൈലൻ്റാണ്, പക്ഷെ മമ്മിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രിയുടെ ബലമായിട്ടാണ് അവരിന്ന് അവർക്കുള്ളതും അവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ അവർ തമ്മിലുള്ളൊരു ബോണ്ടാണ്. ഇപ്പം മമ്മി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡാഡി ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുക, ബൾക്ക് ഓർഡർ വരുമ്പോൾ അത് പിക്ക് ചെയ്യുക, ഇതൊക്കെ ഡാഡിയുടെ ഡ്യൂട്ടിയാണ്. അപ്പം മമ്മി ഒരു സൈഡിൽ നിന്ന് ഓർഡർ എടുക്കുമ്പം അത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഡാഡി ഉറപ്പായിട്ടും വേണം കേട്ടോ. പോസ്റ്റിംഗ് ആയിക്കോട്ടെ എല്ലാം. ഇപ്പം ഡിമ്പിളിനൊരു ആവശ്യം വന്നോട്ടെ, ഡോൺ ചേട്ടനൊരു ആവശ്യം വന്നോട്ടെ, എന്തിനും ഏതിനും 2 പേരും മുന്നിലുണ്ട് കേട്ടോ. അതൊക്കെ ഒരു മക്കളെന്ന നിലയ്ക്ക് അവർക്ക് ഭയങ്കരമായിട്ട് പ്രൗഡാവാം. കാരണം മക്കളെ വെറും വേസ്റ്റായിട്ട് കാണുന്ന കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ സ്ഥാനത്ത് എന്ത് ദുർഘടം പിടിച്ച സമയമാണെങ്കിലും അവരെ വളരെ സൗമ്യം ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തും ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം എനിക്കും ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറയത്തില്ല എപ്പോഴും അവരെ കണ്ടിപ്പം ഡോൺ ചേട്ടന് കുറച്ചുകൂടെ ഇപ്പം എന്താ പറയുക, അടുക്കളയിലേക്ക് എൻ്റെ കൂടെ വന്ന് നിൽക്കുക, കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ വരണമെന്ന് എനിക്ക് ഭയങ്കര. കാരണം മമ്മി എവിടെ ഉണ്ടോ അവിടെ ഡാഡി ഉണ്ട്, ഡാഡി എവിടെ ഉണ്ടോ അവിടെ മമ്മി ഉണ്ട്. അങ്ങനെയാണ് അവരുടെ ഒരു രീതി. ഡ്രസ്സിങ്ങും ഒക്കെ ഭയങ്കര ഭയങ്കര കെമിസ്ട്രിയാണ് അവർ തമ്മിൽ. എനിക്കും ഇതുപോലെ അവർ ഒന്നിച്ച് ജീവിക്കണം, പോലെ തന്നെ ജീവിക്കണം, സേവിങ്സൊക്കെ അവരുടെ കൂടെ ആക്കണം. മീൻസ് അവരുടെ ആ ഒരു രീതിയിൽ വന്നാലേ നമ്മൾക്കും ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. എന്നും ഞങ്ങളുടെ മുന്നിൽ ഇനിയും കുറേ കാലം ഒരു എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു മാതൃകാ ദമ്പതികളായിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഗാർഡിയൻസായിട്ട് ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അവരെ സംബന്ധിച്ച് ആ അപ്പനും അമ്മയെ സംബന്ധിച്ച് സന്തോഷങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിലേറെ കുറേ ദുഃഖങ്ങളും അവരവരുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാവരും ഒന്നിച്ച് നിന്ന് അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നെങ്കിലും അവർ ഛിന്ന ഭിന്നമായിട്ട് പോയില്ല. എല്ലാവരും ഒന്നിച്ച് നിന്ന് അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന് ഇപ്പം വളരെ നല്ല രീതിക്ക് പോകുന്ന കാണുമ്പോഴും സന്തോഷമുണ്ട് കേട്ടോ. കാരണം പല പ്രശ്നങ്ങൾ വരുമ്പോഴും കുടുംബങ്ങളിൽ ഛിന്ന ഭിന്നങ്ങൾ വരും. 4 പേരുണ്ടെങ്കിൽ 4 പേര് 4 ചേരിയിലാവും. പക്ഷെ അതൊന്നും ഉണ്ടാവാണ്ട് ഇതിൽ 4 പേർക്ക് ആർക്ക് പ്രശ്നം വന്നാലും ഈ 3 പേര് കൂടെ കാണും. എന്നിട്ടായാലും ഒന്നിച്ച് നിൽക്കും. സ്വരച്ചേർച്ചകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ നമ്മളൊരു കൂരയുടെ കീഴിലാവുമ്പം അതൊക്കെ നമ്മൾ മറന്ന് സന്തോഷമായിട്ട് ജീവിക്കും. അതിൽ എനിക്കൊരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മമ്മി സ്റ്റോറി പറയുന്നത് കേൾക്കാനാണ് എനിക്ക് കൂടുതലും. അവരുടെ കല്യാണത്തിനെക്കുറിച്ചും അവരുടെ കണ്ടക്ട് ചെയ്ത ലൈഫും ഒക്കെ മമ്മിയോട് എപ്പോൾ ചോദിച്ചാലും മമ്മി അത് വളരെ ഇലാബറേറ്റ് ചെയ്ത് പറയുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പം അവർക്ക് നന്മകൾ മാത്രം ഉണ്ടാവട്ടെ, ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുത്ത് ദൈവം ഇനിയും മുന്നോട്ട് ഒരുപാട് കാലം കൊണ്ടുപോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വസും വേണം, പ്രാർത്ഥനയും വേണം, അനുഗ്രഹമൊക്കെ വേണം. അപ്പം ഡിമ്പിളും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഡിമ്പിളിൻ്റെ വകയായിരിക്കും മെയിൻ പരിപാടികൾ ഇന്ന് വരിക. അപ്പം നാളെ നിങ്ങൾക്കത് കാണാം. ഇപ്പം ഞാൻ വെളുപ്പിനെ ഒരു 5:30ക്കാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അമ്മേനെ ജസ്റ്റ് ബസ് കയറ്റി വിട്ടിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കണം. കാരണം ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ കേക്ക് കട്ടിങ്ങും ബഹളവും ഒക്കെ ആയിട്ട് ഒച്ചയിട്ട് എൻ്റെ ഒച്ച മൊത്തവും പോയി. ഉണ്ടായിരുന്ന ഒച്ചയും കൂടെ എനിക്ക് പോയിട്ടാണ്.
അപ്പോൾ ഇനി 2-3 ദിവസം മിണ്ടാതിരുന്നാലേ ശരിക്കുള്ള ഒച്ച പിന്നെയും വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ വിഷ് ചെയ്ത് തുടങ്ങുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നന്ദി പറയണം കേട്ടോ. അപ്പോൾ നാളെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.